എന്റെ വൈഫ് ഇന്നും പറയുന്നത് അവൾക്ക് 5 മക്കളെ പ്രസവിക്കണമെന്നാ. അത് അവൾക്ക് പേടിച്ചിട്ടല്ല, അമ്മയാകാനുള്ള അവളുടെ സന്തോഷമാണ്. ഇത് എതിർത്ത ആരാന്നറിയാവോ? ഈ നാട് നശിക്കണം, കുടുംബങ്ങൾ ഇല്ലാതാകണം എന്ന് കരുതി നടക്കുന്ന ഒരു വിഭാഗം ഫെമിനിസ്റ്റുകളും കപട പുരോഗമനവാദികളുമാണ് ഇതിനെ എതിർത്തത്. പ്രസവം സ്ത്രീകള് വളരെയധികം എൻജോയ് ചെയ്തിരുന്ന പ്രോസസ്സാണെന്ന് പണ്ട് അഖിൽമാരാർ പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് എയറിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് കുറെ എതിർപ്പുകളൊക്കെ പുള്ളിക്ക് നേരിടേണ്ടി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്ക് കുറച്ചൊക്കെ ബോധം വെച്ച് കാണും, പ്രസവം ബുദ്ധിമുട്ടുള്ള പരിപാടി എന്നൊക്കെ പുള്ളിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചു. എവിടെ, പുള്ളിയുടെ പുതിയ ജനകീയ കോടതി പ്രോഗ്രാമിനകത്ത് അദ്ദേഹം പറയുന്നത് കേൾക്കണം. അന്ന് എതിർത്ത മനുഷ്യന്മാരൊക്കെ നാടും കുടുംബവും ഒക്കെ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഫെമിനിസ്റ്റുകളും കപട പുരോഗമനവാദികളും ഒക്കെ ആണെന്ന്. അപ്പം പ്രസവത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവാത്ത ഒരാളായത് കൊണ്ടാണ് പുള്ളി ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞെന്താണ്, പ്രസവം ഈസി ആയിട്ടുള്ള സംഭവമല്ല, അതിന് കുറെ ബുദ്ധിമുട്ടുണ്ടെന്നാണ്. ആ പറഞ്ഞ മനുഷ്യരൊക്കെ അങ്ങോട്ട് ഫെമിനിസ്റ്റുകളാക്കി, കപട പുരോഗമനവാദികളാക്കി. അതെന്തോ ആവട്ടെ, എനിക്ക് അഖിൽമാരാറോട് ഇപ്പൊ ഒരു കാര്യം പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട അഖിൽമാരാർ, ഈ ഫെമിനിസം എന്ന് പറയുന്ന സംഭവം ഇല്ലേ, അത് നാട് നശിപ്പിക്കാനോ കുടുംബം നശിപ്പിക്കാനോ ഉള്ള സംഭവമൊന്നും അല്ല. അങ്ങനെ ഒരു സംഭവമേ അല്ല. അത് വേറൊരു ആശയമാണ്. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും പോയിട്ട് ഫെമിനിസത്തെ കുറിച്ച് പറയുക, അതാണ് കുറച്ചെങ്കിലും ബുദ്ധി. താങ്കൾ എന്തായാലും മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം കുറച്ചൊക്കെ പഠിച്ചിട്ട് പോയിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എയറിൽ പോവാതിരിക്കും, കുറച്ചും കൂടി ഉപകരിക്കും.